നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർക്കുടമുള്ളിൽ മീട്ടി കണിക്കുന്ന പൂമണിക്കമ്മലണിഞ്ഞും പുളിയിലക്കര കസവുമുണ്ടൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ. കണിക്കുന്ന പൂമണിക്കമ്മലണിഞ്ഞും പുളിയിലക്കര കസവുമുണ്ടൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ. കണ്ണാടിച്ചില്ലല തോൽക്കും ഇളനീരിൻ തേരാമധുരം എള്ളോളം നുള്ളിയെടുത്തോട്ടെ ഞാൻ മാറോളം മുങ്ങി നിവർന്നോട്ടെ. നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർക്കുടമുള്ളിൽ മീട്ടി. സസ്സാനി 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 സസ്സാ. പാരിജാതം പൂത്തിറങ്ങും പാതിരാതീരത്തൻ മുന്നിൽ വെള്ളിയാമ്പൽ തിരികൊളുത്തും തിങ്കളായി നിൽപ്പൂ നീ മാത്രം. ആദ്യമായൻ കവിളിലേതോ കൂവളപ്പൂക്കൾ കണ്ടു നീ രാഗതാരം നോക്കി നിൽക്കെ സ്നേഹമായി തൊട്ടു നിൻ കൈകൾ. നീ മൂളും പാട്ടിൽ മുങ്ങി നീ നീട്ടും മുത്തം വാങ്ങി ആരും കാണാതുള്ളിനുള്ളിൽ താളം തുള്ളും ഈറൻ സ്വപ്നങ്ങൾ വെള്ളോളം നുള്ളിയെടുത്തോട്ടെ ഞാൻ മാറോളം മുങ്ങി നിവർന്നോട്ടെ. നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർക്കുടമുള്ളിൽ മീട്ടി. താമരപ്പൂന്തുമ്പി പോലെ ചന്ദന കുളിരിൽ നീരാടാൻ പെൺകിടാവേ നീ വരുമ്പോൾ നെഞ്ചിലെ താലപ്പൊലി വേണം. അരയന്നത്തൂവലിലണിയാൻ അണിമഞ്ഞിൻ തുള്ളികൾ വേണം. നാണം മൂടും കണ്ണൊന്നെഴുതാൻ ആരും കാണാ കാർമുകിലിൻ മഷി വേണം. എള്ളോളം നുള്ളിയെടുത്തോട്ടേ ഞാൻ മാറോളം മുങ്ങി നിവർന്നോട്ടെ. നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർക്കുടമുള്ളിൽ മീട്ടി കണിക്കുന്ന പൂമണിക്കമ്മലണിഞ്ഞും പുളിയിലക്കര കസവുമുണ്ടൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ. കണിക്കുന്ന പൂമണിക്കമ്മലണിഞ്ഞും പുളിയിലക്കര കസവുമുണ്ടൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ. കണ്ണാടിച്ചില്ലല തോൽക്കും ഇളനീരിൻ തേരാമധുരം എള്ളോളം നുള്ളിയെടുത്തോട്ടെ ഞാൻ മാറോളം മുങ്ങി നിവർന്നോട്ടേ. സ്വരവസന്തമായി മനസ്സിലേക്ക് പെയ്തിറങ്ങിയ കുഞ്ഞുമക്കൾ പാട്ടും ചിരിയും ഒക്കെ കൊണ്ട് പ്രേക്ഷക മനം നിറയ്ക്കുന്ന ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം.
ഹൃദയതന്ത്രികളിൽ രാഗമധുരം മീട്ടിയ കുഞ്ഞു പാട്ടുകൂട്ടിൽ നിന്നും നമ്മുടെ മഹിപാലത്താണ്. വെൽക്കം മഹിപാൽ ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ മിസ്റ്റർ മഹിപാൽ. ഓ കൊള്ളാൻ എപ്പോഴും നല്ല സ്റ്റൈലിലാണല്ലോ വരവ്. താങ്ക് യു അല്ലേ ശ്രീകുട്ടൻ ചേട്ടാ? അത്ര ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് 1.5 നിക്കർ ഇഷ്ടമല്ല. ഒന്നില് 1/2 നിക്കർ അല്ലേ ഫുൾ അല്ലെങ്കിൽ ഫുള്ള്. ഈ 3/4 ഭാഗം ഇട്ടിട്ട് 1/4 ഭാഗം ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു ഇറിറ്റേഷനോ? കാറ്റ് കയറാനായിരിക്കും. ആണോ? കാറ്റ് അതെന്നാ കയറാൻ മറ്റേ നിക്കർ ഇടുന്നതല്ലേ? പണ്ട് പോലീസിന്റെ യൂണിഫോം കണ്ടിട്ടില്ലേ? നിക്കറായിരുന്നല്ലേ? ഭയങ്കര ലൂസ് ആയിട്ടുള്ള അതൊരു സ്റ്റൈലായിരുന്നു. അയ്യേ ഇപ്പോഴത്തെയാ നല്ലത്. ഇപ്പോഴത്തെയാണ് നല്ലത്, പക്ഷെ എനിക്ക് അപ്പോഴത്തേനും നല്ലതാ. ആ ഹെയർ സ്റ്റൈൽ എനിക്ക് പഴയത് തന്നെയാട്ടോ ഇഷ്ടം. ഇവന്റെ കാര്യം പുരുകം കാണാനില്ലായിരുന്നെങ്കിലും അങ്ങനെ തോന്നിയോ മഹിപാലിന്? എന്താ എയർ ഹോൺ അടിക്കുന്ന വാമപ്പ് ചെയ്തില്ലേ കാലത്തെ? എന്താ ശബ്ദത്തിൽ ഇങ്ങനെ കറകറാന്ന് ശബ്ദം ഉണ്ടല്ലോ? എന്താ അത്? പാട്ട് പാടുമ്പോ അവൻ കൃത്യമായിട്ട് പാടും. ആണല്ലേ? അതുവരെയൊക്കെ എങ്ങനെയുണ്ട് കോളേജിലെ കുട്ടികളൊക്കെ? കോളേജോ? അല്ല കോളേജല്ലേ, സ്കൂളിലല്ലേ? ഈ സ്കൂള് തുറന്നിട്ട് പോയില്ലേ? പോയിനി. പക്ഷെ അവിടെ ആരെന്തെല്ലാം പറഞ്ഞിനി? എല്ലാരും ക്ലാസ്സിലത്തെ എല്ലാരും MG സാറിനോടും അത് ഈ സോപ്പ് വേണ്ട, ഞങ്ങൾ ആരും അന്വേഷിച്ചിട്ടില്ല. മോനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു അത്രയും അറിഞ്ഞു. നല്ല അഭിപ്രായം പറഞ്ഞ നല്ല പാട്ടാന്നൊക്കെ. നല്ല പാട്ടാണ്. പുതിയ സ്കൂളായോണ്ട് പുതിയ കുട്ടികളൊക്കെ കാണാൻ സാധിച്ചു അല്ലേ? എത്രയില്ല ഇപ്പൊ? എത്രയില്ല? 9. ഇനി 1 വർഷം കൂടെ കഴിഞ്ഞാൽ കല്യാണപ്രായമായി. മീനുന്റെ ഒപ്പം അല്ലേ പൊരന്നറിയും. ഇതൊക്കെ കൊള്ളാം, ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. ഓരോന്നിനും ഓരോ പ്രത്യേക രീതിയിലുള്ള സ്റ്റൈലുണ്ട്. മോന് അരക്കള്ളൻ മുക്കാക്കള്ളൻ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പൊ മോനൊരു മുക്കാക്കള്ളനായിട്ട് നിൽക്കുക. ഏത് പാട്ടാണ്? ഇനിയും കൊതിയോടെ കാത്തിരിക്കാം. ആഹാ, M ജയചന്ദ്രൻ അല്ലേ? ബ്യൂട്ടിഫുൾ സോങ്. പാടിയ ദാസേട്ടൻ പാടി, എനിക്ക് ഒന്ന് സുജും പാടിയിട്ടുണ്ട്. ഒരു ഫീമെയിൽ വേർഷൻ സുജും പാടിയിട്ടുണ്ട്. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. ഓൾ ദ ബെസ്റ്റ് മഹിപാൽ. താങ്ക് യു. കാറ്റുപോ എന്നെ തലോടിയ പിച്ചകപ്പൂവായുണരാം ഞാൻ കൊച്ചരിക്കാവായി പറക്കാം. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ ആ മരത്തണലിലുറങ്ങാം. അമ്മ നിലാവിൻ്റെ
കാറ്റുപോ എന്നെ തലോടിയ പിച്ചകപ്പൂവായുണരാം ഞാൻ കൊച്ചരിക്കാവായി പറക്കാം ഇനിയും കാതോർത്തു ദൂരെ നിൽക്കാം ഞാൻ അച്ഛൻ്റെ പിൻവിളി കേൾക്കാം. നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. മോൻ പാട്ട് കൃത്യമായിട്ട് പാടുന്നുണ്ട്, പക്ഷെ അതിന് കുറച്ച് ഭാവം ഈ പാട്ടിൻ്റെ വരികളുമായിട്ട് നമ്മൾ ഒത്തു നോക്കുമ്പോൾ കുറച്ചുകൂടെ ഭാവം വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് സുജു ഒന്നുകൂടെ ക്ലാരിറ്റിയോട് കൂടി പറയും, കാരണം സുജു ഈ പാട്ട് പാടിയതാണ്. കാത്തിരിക്കാമെന്നുള്ളതിൻ്റെ സംഗതിയുടെ പെർഫെക്ഷൻ ഒന്ന് കൃത്യമാക്കണം, ഒന്ന് പാടി. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം. അത് ക്രിസ്പി ആയിട്ട് വരണം ഒന്ന്. പിന്നെ ദൂരെ അതെങ്ങനെയാണ്? അത് കൃത്യമായിട്ട് വരണം കേട്ടോ, അത്രേ ഉള്ളൂ. കുറച്ച് വോയിസ് ഒട്ടുന്നുണ്ട്, അതാണ് അതാണ്. പിന്നെ കുറെ സ്ഥലം ആ നന്മയാം പുഞ്ചിരി പൊൻവേലിൽ ചെറുട്ട ചോലിൽ ഞാൻ ആ ഗ്ലൈഡ്, പിന്നെ അതുപോലെ മഞ്ഞല അവിടെ ചരണം തുടങ്ങിയപ്പോൾ താളത്തിൽ നിന്ന് വിട്ടുപോയി. ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ചന്ദനത്തിരി പോലൻ നൊമ്പരം എരിയവേ. അപാരമായിട്ട് പാടി, ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. എനിക്ക് തോന്നി എല്ലാ സ്ഥലങ്ങളും മോനെ ഇപ്പം നന്നായിട്ട് പാടിയിട്ടുണ്ട്, പക്ഷെ അതുപോലെ തന്നെ വന്നിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നി. അതൊന്നുകൂടെ പാടി കേൾപ്പിക്കുക. ചന്ദനത്തിരി പോലൻ നൊമ്പരമേരിയവേ എങ്ങും. അത് ഗ്ലൈഡ് ചെയ്ത് എന്നും വന്നാൽ ഒന്നുകൂടെ നന്നായിരുന്നേനെ. ബട്ട് ഓവറോൾ ഓക്കെ കേട്ടോ. എന്നാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. നല്ലോണം പാടി മോനെ. പാട്ട് നല്ലോണം പഠിച്ചിട്ടുണ്ട്. പാട്ട് ഇത് ഫീമെയിൽ വേർഷൻ എങ്ങനെയാ വെച്ചാൽ ശരിക്കും റൊമാൻറ്റിക് സോങ്. ഇത് കുറച്ചൊരു ചെറിയ പാത്തോസ് ഉണ്ട് ഇതില്. ഫീമെയിലിന്റെ പ്രിയനെ നിൻ വിളി കേൾക്കാൻ മുഴുവൻ അപ്പൊ തലോടിയാൽ അവിടെയൊക്കെ വേറെ വേറെ ഫീലായിരുന്നു ജയൻ ആവശ്യപ്പെട്ടത്. കാരണം നമ്മള് റൊമാൻസും അച്ഛന്റെ ഒരു മെമ്മറീസ് ആണോ അത് വഴക്കിട്ടിട്ട് പോണേ, അങ്ങനെ എന്തോ തോന്നുന്നു. വഴക്കിട്ടായിരിക്കും, ഭാര്യ 1 മക്കൾ 3. അതെ, അപ്പൊ വീട്ടിൽ എന്തെങ്കിലും അടി നടന്നു കാണും, അങ്ങനത്തെ ആ സ്റ്റോറി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. എനിവേ ഫീമെയിൽ വേർഷന്റെ ലിറിക്സും ഭയങ്കര രസമാണ്. ഇത് എഴുതിയേക്കുന്നത് രാജീവ് ആലങ്കൽ, ഞങ്ങളുടെയൊക്കെ വലിയ ഫ്രണ്ടാണ്. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. നമുക്ക് ചില പാട്ടുകൾ നമ്മൾ പാടിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു മനസ്സിൽ സന്തോഷം തോന്നും. അങ്ങനെ തോന്നിയൊരു പാട്ടാണത്. ദാസേട്ടന്റെ ആ ഒരു ഫീൽ, ദാസേട്ടന് എക്സ്ട്രാ എക്സ്പ്രഷനോ ഒന്നും ഇടില്ല, പക്ഷെ ആ വോയിസിൽ തന്നെ ദാസേട്ടന്റെ ഒരു ഭാവമുണ്ട്. അപ്പൊ ഈ ലിറിക്സ് കാണുമ്പോൾ തന്നെ ആ ശബ്ദത്തിൽ ആ ഭാവം അങ്ങോട്ട് വരിക. അത് അവിടത്തെ ഒരു ഓൺ ചെയ്തേക്കാണ്, മുകളിലൊരു രക്ഷയില്ല. അത് നിങ്ങളത് കേട്ട് പഠിക്കുമ്പോൾ മാക്സിമം ആ എക്സ്പ്രഷൻസ് കൊണ്ടുവരാൻ നോക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ അത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നാച്ചുറലി നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് അത് കയറും. പക്ഷെ മോൻ നല്ല രസമായിട്ട് പാടി, നല്ല പാട്ട് എടുത്തോണ്ട് വന്നു. അതിനെ ഒരു 75-80% മോൻ അതിന് മഹിപാൽ എന്തോ സാർ. നല്ല സെലക്ഷൻ ആയിരുന്നു, നല്ല പാട്ട്. താങ്ക് യു സാർ. കുട്ടൻചേട്ടൻ്റെ മ്യൂസിക്, രാജീവ് ആലിങ്കലിൻ്റെ വരികള്. ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്ന കാര്യമാണ്, സംസാരിക്കുമ്പോഴും പാടുമ്പോഴും കുറെ കാറ്റാണ് മോന് വരുന്നത്. അതെന്താണ് അങ്ങനെ? അത് മാറാത്ത എന്താ എത്ര നാളായിട്ടും? ഭയങ്കര സംസാരമാണോ കൂട്ടുകാരുടെ അടുത്തൊക്കെ? പിന്നെന്താ ടോൺസിലൈറ്റിസ് ഉണ്ടാ? അറിഞ്ഞൂടാ ടോൺസിലൈറ്റിസ്? ആളെ അറിഞ്ഞൂടെ? അറിഞ്ഞൂടാ. ഈ കൈയുടെ വെള്ളയിലൊന്നും നോക്ക്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊണ്ടവേദന വരാറുണ്ടോ? ഇടയ്ക്കുണ്ടാലുണ്ട്. കയ്യിലേക്ക് നോക്കി എന്തിനാ അപ്പോ? കൈയിന്റെ വെള്ളയിൽ വരുന്ന ടോൺസിലൈറ്റിസ് ഇല്ലടാ, ഭയങ്കര തൊണ്ടയൊക്കെ ഇങ്ങനെ റെഡ് ആയിട്ട് ഭയങ്കര. ENT സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയിട്ടൊന്ന് വോക്കൽ കോഡിന്റെ കാര്യം ഒന്ന് ചെക്ക് ചെയ്തേക്കാം മോൻ കേട്ടോ. എനിക്ക് ഇന്ന് പാടിയ പാട്ടില് വൃശ്ചിക കാറ്റ് പോലെ ഉള്ളിടത്ത് വൃ പാടുമ്പോൾ ബേസ് നോട്ടില്ലേ, അത് കാറ്റാണ് കേൾക്കുന്നത്. പിന്നെ കാത്തിരിക്കാം എന്നുള്ളിടത്ത് സംഗതി കൊതിയോടെ കാത്തിരിക്കാം. പിന്നെ ആ നന്മയാം. എനിക്ക് തോന്നുന്നു മോന്റെ ആ ശബ്ദത്തിന്റെ ഈ അടപ്പ് കാരണം അതെ മനസ്സിലുള്ള ആ എന്താണ് പഠിച്ചത് അങ്ങോട്ട് പുറത്തേക്ക് വെളിയിലോട്ട് വരാൻ പ്രയാസപ്പെടുന്നു. തന്നെ കണ്ടോ? പിന്നെ ചരണത്തില് കുറച്ച് ടെമ്പോ വേരിയേഷൻ, മഞ്ഞല മറയിട്ട് അവിടെ കേട്ടോ. അത് മാത്രമേ ഉള്ളൂ.
വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വോയിസ് എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഒരു പാട്ട് ഞാൻ പാടിത്തരാം. ഒരു മിനിറ്റ് മധു, അതിന് മുമ്പ് നമ്മുടെ ഇവിടെ ഹാർമോണിയം ഇല്ല, സിത്താറും ഇല്ല, എല്ലാം കേട്ടല്ലോ. അതെല്ലാം നമ്മുടെ ഫൈസൽ. ഇത് പ്രശ്നമാണ് കേട്ടോ. എന്താ വായിച്ചേ? ആ ഹാർമോണിയത്തിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അത് അതിലൊക്കെ കൊണ്ടുവരാ, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സിൽ കൊണ്ടുവരാന്ന് പറഞ്ഞ ആ ഫീല്. അതെ, കടുവ, പുലി, സിംഹം. ഇവിടെ കഴിയുമ്പോ ഹിന്ദിയിലിരിക്കുന്ന കാണാം. കാരണം ഇവിടെ അങ്ങനെ സംഭവിക്കുന്നത്, കുട്ടികളെല്ലാം പോകുന്നുണ്ട്. ഇവിടൊക്കെ റെഡിഷ് ഒക്കെ ആയി കിട്ടി. രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. നാലില്ല കോലായിൽ പൂവേളി പുൽപ്പായിൽ നവമി നിലാവേ നീ വിരിഞ്ഞു. നെഞ്ചിൽ നറുജപതീർത്ഥമായി നീ നിറഞ്ഞു. രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. സോ പാൽമോന് ഇന്ന് ഞങ്ങൾ തരുന്ന മാർക്ക് ഇറ്റ് ഇസ് 97 ഔട്ട് ഓഫ് 100. താങ്ക് യു സാർ. ആടി ഒരു MJ പൂക്കുറ്റി. താങ്ക് യു സാർ. പാട്ടിന്റെ വെണ്ണില ചന്തം പകർന്ന മിടുക്കി പാട്ടുകാരി ദ്രൗപതി കുട്ടി എത്തുന്നു. വെൽക്കം ദ്രൗപതി ഓൺ സ്റ്റേജ്. ഹലോ. ഹായ്. ദ്രൗപു, എന്തോ സർ? ബ്യൂട്ടിഫുൾ ഡ്രസ്. താങ്ക് യു സർ. നല്ല കളറ്. ഇതിന്റെ മാമൻ വാങ്ങി തന്നാണ്. പേര് മനോജ് എന്നാണ്. അറിഞ്ഞൂടെ സുജുന്? മനോജ് നല്ലോണം അറിയാം. മദ്രാസിലെ സുജുന്റെ വീടിന്റെ അപ്പുറത്തായിരുന്നു ഒരു 2 വർഷം താമസിച്ചു അല്ലേ? മദ്രാസിലുണ്ടായിരുന്നില്ലേ? ആ സമയത്ത് ഞങ്ങളുടെ വീടിന്റെ അടുത്തായിരുന്നു. ഉണ്ടായിരുന്നോ മദ്രാസില്? ഇല്ല. അയ്യോ, അങ്ങനെയാണെ മാമൻ കള്ളം പറഞ്ഞിട്ട് അവൻ എവിടെ ഇപ്പം? മാമൻ വീട്ടില് അല്ല, മലപ്പുറത്ത്. വെളിയിൽ വല്ലതും പോവാറുണ്ടോ? കോഴിക്കോട് വല്ലതും പോവോ? പോവലുണ്ട്. അത് മദ്രാസിലാണ്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് നേരെ അവിടെ പോയി താമസിക്കും. തിരിച്ചു വന്നിട്ട് പറയും ഇതുപോലെ ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ ഊണ് കഴിക്കാനൊക്കെ വന്നിട്ടുണ്ട്. പുള്ളിക്ക് ചിക്കൻ കറി ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഊണ് കഴിഞ്ഞ പിന്നെ എന്തെങ്കിലും സ്വീറ്റ് വേണമെന്ന് എപ്പോഴും പറയും. അത് എപ്പോഴും പറയും. ഇതെന്താ നമ്മളെ ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ ആർക്കും ഒരു വിശ്വാസമില്ല. ഒരു സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചു. ദ്രൗപു, എന്താ സർ? അപ്പൊ അമ്മയുടെ അച്ഛൻ്റെ കല്യാണം ഒക്കെ കഴിഞ്ഞു. അവരിപ്പോ എവിടെ ഉണ്ട്? അവിടെ ഇരിക്കുന്നുണ്ട്. ഏത് പാട്ടാ പാടുന്നത്? സിന്ദൂര സന്ധ്യയെ പറയൂ. ആഹാ, കൊള്ളാലോ. ഉഗ്രം പാട്ടാണല്ലോ. ദീപസ്തംഭം ആശ്ചര്യം. അപ്പൊ തുടങ്ങാം നമുക്ക്. തുടങ്ങാം. യെസ്. ഓൾ ദ ബെസ്റ്റ് ദ്രൗപദി. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സിന്ദൂര സന്ധ്യേ പറയൂ നീ പകൽ
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. മോളെ എന്താ സർ? മോള് നല്ല എന്താണ് സുഖിപ്പിച്ച് നല്ല പീസ്ഫുൾ ആയിട്ട് അതിൻ്റെ ഓവർ ഷൂട്ടിങ്ങോ അല്ലെങ്കിൽ കുറഞ്ഞു പോവോ ഒന്നും ചെയ്യാതെ അതിൻ്റെ കറക്റ്റ് ലെവലിൽ നന്നായിട്ട് പാടി. താങ്ക് യു സർ. 1-2 സ്ഥലത്ത് ശ്രുതി പോയായിരുന്നു, പക്ഷേ റെപ്പറ്റീഷൻ വന്നപ്പോഴത്തേക്ക് അവിടെ കറക്റ്റായി. ഈ മാറിലടിഞ്ഞോ ഒരു സംഗതി ഉണ്ടല്ലോ, ആദ്യത്തെ പല്ലവിയുടെ സെക്കൻഡ് ലൈൻ, അത് ആദ്യം വന്നപ്പോഴത്തേക്ക് അത്ര കറക്റ്റായിട്ട് വന്നില്ല. രണ്ടാമത് വന്നപ്പോഴത്തേക്ക് അത് കൃത്യമായിട്ട് വന്നു. പാടിയത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. താങ്ക് യു സർ. അതിനകത്തൊരു കുറ്റവും പറയാനില്ല. കാരണം പാട്ട് എന്താണോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ മോള് പാടിയിട്ടുണ്ട്. താങ്ക് യു പിന്നെ സർ. ഇതിനകത്ത് കൂടുതൽ സംഗതി ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നി, അത്രേ ഉള്ളൂ. ഈ ചിത്ര പാടിയിട്ടുണ്ടോ? പാടിയിട്ടുണ്ട്. അങ്ങനെയാണ് സംഗതി കാണും. ഇപ്പൊ ദാസേട്ടന്റെ പ്രശ്നമാണ് പഠിച്ചല്ലേ? അപ്പൊ ദാസേട്ടൻ പ്ലെയിൻ ആയിട്ടങ്ങ് പാടിയിട്ടുണ്ട്. മോളും അതുപോലെ തന്നെ അങ്ങ് പോയിട്ടുണ്ട്. അധികം എന്തായാലും ഉള്ളതുപോലെ അങ്ങ് പാടി നന്നായിരുന്നു. പിന്നെ മോഹൻ സിത്താര ആയതുകൊണ്ട്, മോഹൻ സിത്താര ബേസിക് ആയിട്ടൊരു വയലിനിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വയലിൻ്റെ സെക്ഷൻസൊക്കെ അങ്ങ് അറ്റത്ത് കൊണ്ടുപോകും. ഫ്രെട്ടിൻ്റെ അങ്ങ് അറ്റത്ത്, ഈ വിരലാണ് ടോട്ടൽ അങ്ങ് അറ്റത്ത് പോകുന്നത്. അത് ഈ സ്കെയിലിൻ്റെ അങ്ങറ്റത്ത്. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലൂ എന്ന് വെച്ചാൽ അതിനകത്തോട്ട് വീഴും. അവിടം വരെ കൊണ്ട് നിർത്തും. അപ്പോൾ അത് കേൾക്കാനൊരു സുഖമാണ്. ഒരു 10-20 വയലിൻ വായിക്കുമ്പോഴത്തേക്ക് ആ നോട്ടിൽ പോകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് താഴോട്ട് വന്ന് അവിടെ റൺസ് പോയി തിരിച്ച് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ സസ്റ്റെയിൻ അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും കേൾക്കാൻ. അപ്പോൾ പാട്ട് ടോട്ടലി എനിക്ക് ഇഷ്ടപ്പെട്ടു മോളെ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മോളുടെ പാട്ടില് എനിക്ക് തോന്നി നല്ല പ്രൊഫഷണലിസം അല്ലേ? ഭയങ്കര ഒരു പ്രൊഫഷണൽ singer പാടുന്ന നേരെ പോലെയാണ്. ഒരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി പാടിക്കാം. തൊണ്ടയുടെ ഉള്ളിൽ തന്നെ മോൾക്കൊരു കംപ്രസർ ഉണ്ടോന്ന് തോന്നുന്നു അതെ, അല്ലേ? ഒരു ക്ലീൻ, എല്ലാം ക്ലീൻ ആണ്. നല്ല പ്രോസസ് ചെയ്ത് വരണ വോയിസ് പോലെ ഉണ്ട് Thank you, ma'am. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്കിപ്പോ സെലക്ട് ചെയ്യുമ്പോൾ ഒരു സിംഗറിനെ വിളിക്കണം, അവർക്ക് അവരുടെ വോയിസ് ടോൺ അനുസരിച്ചാണ് ഒരു മ്യൂസിക് ഡയറക്ടർ വിളിക്കണേ. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം മോൾ അങ്ങനത്തെ ഒരു പാട്ട് മോളുടെ വോയിസിൽ എങ്ങനെ ഇരിക്കുന്നു കേൾക്കാൻ. അപ്പോൾ എപ്പോഴെങ്കിലും അത് വരുമ്പോ ഞാൻ സിന്ധു ചേച്ചി എടുത്ത് പറയാം, എന്നെ അറിയിക്കാൻ. ഞാൻ കേട്ടോളാം കേട്ടോ. ഓക്കെ മാം. എനിവേ നല്ല പാട്ടുകാരിയാണ്. ഇങ്ങനെ തന്നെ പോട്ടെ. താങ്ക് യു മാം. ദ്രൗപദി കുട്ടി എന്താ സർ? നന്നായിരുന്നു കേട്ടോ. Thank you, sir. പാടി. മോഹൻ ചേട്ടൻ്റെ നല്ലൊരു പാട്ട്. ഇതില് ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. കുറച്ച് ശ്രുതി കൈവെടിഞ്ഞു ചില സ്ഥലങ്ങളിൽ. ഓക്കെ, മിക്കപ്പോഴും ആ കൈവെടിഞ്ഞവരാണ് ഷാർപ്പായി പോകുന്നത് ചില സ്ഥലങ്ങളിൽ കേട്ടോ. എന്തായാലും നല്ല ഒരു മികച്ച ഗായികയാണ്. നല്ലൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സംഗതികളും, അല്ലെങ്കിൽ ആ വോയിസ് ആണെങ്കിലും ശരി, നല്ല ക്ലിയർ ആയിട്ടുള്ള വോയിസ് ആണ്. നല്ല പാട്ടിൽ നല്ല പ്രൊഫഷണലിസം ഉണ്ട് കേട്ടോ. ഓക്കെ സർ. അപ്പോൾ ഉഗ്രനായിട്ടുണ്ട്. അപ്പോൾ ഈ ശ്രുതി ഒന്ന് മാത്രം ചില സ്ഥലങ്ങളിൽ ഈ സസ്റ്റെയിൻ നോട്ട്സിൽ കുറച്ചൊന്ന് ശ്രുതി നോക്കിയാൽ മതി. ഓക്കെ, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു 4 വരി ഞാൻ പാടിത്തരാം, മോഹൻ ചേട്ടൻ്റെ തന്നെ കേട്ടോ. നെഞ്ചുടുക്കിൻ്റെ താളത്തുടിപ്പിൽ നൊമ്പരങ്ങൾ പാടാം ഞാൻ, നൊമ്പരങ്ങൾ പാടാം ഞാൻ. നെഞ്ചുടുക്കിൻ്റെ താളത്തുടിപ്പിൽ നൊമ്പരങ്ങൾ പാടാം ഞാൻ, നൊമ്പരങ്ങൾ പാടാം ഞാൻ. സുഖത്തിലല്ല ദുഃഖത്തിലല്ല പാട്ടേ നിന്റെ മണിക്കിലുക്കം, പാട്ടേ നിന്റെ മണിക്കിലുക്കം. നെഞ്ചുടുക്കിൻ്റെ താളത്തുടിപ്പിൽ നൊമ്പരങ്ങൾ പാടാം ഞാൻ, നൊമ്പരങ്ങൾ പാടാം ഞാൻ. So today we are giving you 99 out of 100. താങ്ക് യു സർ. ആടിയൊരു മോഹൻജി പൂക്കുറ്റി. താങ്ക് യു സർ. ഭദ്രാവുപ്പു, all the best. താങ്ക് യു. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ കിലുക്കാൻ പെട്ടിയെത്താണ്. പ്രേക്ഷകരുടെ എല്ലാവരുടെയും നമ്മുടെ പ്രിയപ്പെട്ട താരക്കുട്ടി എത്തുന്നു. വെൽക്കം താര ഓൺ സ്റ്റേജ്. Our lady superstar. ഓ സുന്ദരി തന്നെ കേട്ടോ.
എനിക്കിപ്പോ കണ്ടപ്പോ ഉണ്ടല്ലോ മിനുട്ടി നയൻതാര വരുന്നവർ എനിക്കും തോന്നി അങ്ങനെ. ഈ താര എന്നുള്ള പേരും ആ ഈ ഡ്രസ്സും സൗന്ദര്യവും എല്ലാം കൂടെ ചേർന്നപ്പോ നയൻതാര വരുന്നവർ. അതെ അതുപോലെ ഉണ്ട് കേട്ടോ ശരിക്കും. ഇപ്പൊ പഠിച്ചല്ലോ ഇന്നലത്തെ. എന്ത് ഇത് പഠിച്ചല്ലോ എല്ലാരും. നമസ്കാരം അതല്ലേ ഇതല്ലേ ചൊറിയുന്നല്ലേ? ഓ ഇങ്ങനെ ഇങ്ങനെ അല്ല ഇങ്ങനെ. ഇക്ലിയാണ് ഇവിടെ കുത്തുക വേണ്ടോ നമ്മള്. ഓ ചൊറിയരുത്, ഇങ്ങനെ കുത്തണം ഈ തൊണ്ട. അത് ശരി. അങ്ങനെ കുത്തരുത്, പാട്ട് പാടണ്ടേ? അത് ഐസ്ക്രീം കഴിക്കുമ്പോഴൊക്കെ എന്ത് പ്രശ്നമുള്ളൂ. ഓ അത് ശരി. എക്സ്ക്യൂസ് മീ, ഐസ്ക്രീം കഴിക്കൂ? ഡിസൈനിങ് കഴിഞ്ഞു. പാടുന്ന കുട്ടികൾ ഐസ്ക്രീം കഴിക്കുക? ഫലൂദ എന്ന് പറയുന്ന ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്. ഫലൂദയാ? ഫലൂദ എന്ന് പറയുന്നത് ഫലൂദ ഐസ്ക്രീം, ഫ്രൂട്ട്സിന്റെ ഓക്കേ. ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ ഫലൂഡ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ? തുടങ്ങി വേണ്ട അതില് ചീഞ്ഞിട്ട് വേർപ്പല്ലെന്ന് അത് പറയണ്ട. ചീഞ്ഞിട്ട് വേർപ്പുണ്ടെന്ന് പറയല്ലേ, അതൊന്നും വേണ്ട. വേർപ്പൊന്നും ഇല്ല അതിനകത്ത്. വേണോ മോക്ക്, വേണോ ഫലൂഡ? കഴിച്ചിട്ട് എന്നെ ചൂണ്ടിക്കണ്ടിട്ട് അതെന്താ പുതിയൊരു സ്റ്റൈല്? ഒരു മുறை വന്ന് പാർത്തായ അയ്യോ തജം തകജം. എനിക്ക് പേടിയാവുന്ന കേട്ടോ കണ്ടിട്ട്. നയൻതാരക്ക് ഇങ്ങനൊരു മുഖമോ? എന്റെ അമ്മേ, രൗദ്രമുഖം. നന്നായിട്ട് അഭിനയിക്കണ്ടല്ലോ, കൊള്ളാലോ. ഇപ്പൊ പാട്ട് വെച്ചോട്ടാ, എനിക്കതുണ്ട്. അല്ലെങ്കിൽ എന്താ പ്രശ്നം? അല്ലെങ്കിൽ എന്താ പ്രശ്നം? ഇല്ലില്ല, ഒരു മുറയല്ല വെക്കണ്ടേ, 2 മുറ വെച്ചോ. അതല്ല, അവള് പാടുന്ന പാട്ട് വെക്കാനാ അവള് പറയുന്നത്. മോളെ 1 മുറ 2 മുറ 3 മുറ വേണോ? 3-ാം മുറ വയ്ക്കാം. ശരിക്കും നാഗവല്യ നോക്കിയ പോലെ തന്നെയാണല്ലോ നോക്കിയത്. ഇപ്പൊ മീനുട്ടി ഏത് പാട്ടാ പാടുന്നത്? ഏത് പാട്ടാ കുഞ്ഞു പാടുന്നേ? കണ്ട അതെ നോക്കണുണ്ട്. ആരക്കുട്ടി ഏത് പാട്ടാ സുന്ദരിയായിട്ട് പാടുന്നത്? വന്നിട്ട് ഇങ്ങനെ മുഖം വെക്കാമോ? എന്ത് പറ്റി? മറന്നുപോയി. അയ്യോ, ഏതാ പൈസയിലിട്ട് ഇവളുടെ പാട്ട്? ഞാൻ പറയാം കാറ്റിൽ ഇളം കാറ്റിൽ കാറ്റിൽ കാറ്റിലും കാറ്റിൽ തന്നെ. ഈ ട്യൂണായിരുന്നു ഇപ്പൊ ഞാൻ പാടിയത്? അല്ല, പിന്നെയോ? കാറ്റ് കാറ്റേ നീ. അല്ല അങ്ങനല്ല. കാറ്റ് കാറ്റിൽ അല്ല, ഇളം എനിക്ക് music കാറ്റിൽ വേണം. ഒഴുകി വരും അല്ല, ഗാനം, music ഇടോ? ഒരു കാണാ കുയിൽ പാടും കളമുരളി ഗാനം. കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം, ഒരു കാണാ കുയിൽ പാടും ഇടുന്ന് വഴക്കിടും. കളമുരളി ഗാനം. പോട്ടെ, ക്ഷമിച്ചു വിട്, പാവങ്ങളല്ലേ, അറിയാതെ ചെയ്യുന്നത്. പാടിക്കൊടുക്ക, അതെ. അറിയില്ല. കാക്കാട്ടിലെ കൂക്കൂട്ടിലെ കാക്കാത്തിയെ വാ. മതങ്ങളെ അവള് പെർമനന്റ് ആയിട്ട് മറക്കൂട്ടോ. ഒന്നിട്ട് വയസ്സിലിട്ടോ, ഒന്നിട്ട് കൊടുത്തേ. കാറ്റിൽ ഇളം കാറ്റിൽ കാറ്റിൽ ഇളം കാറ്റിൽ. Yes, yes. മെടിക്കും. ഞങ്ങൾ എത്രയൊക്കെ പറഞ്ഞാലും ശരി, താര ഒരു താര റാണിയാണ്, അതെ. നയൻ താരയാണ്. Yes. എന്നാ ഇപ്പൊ പാട്ട് വെച്ചോളൂ. All the best. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇപ്പൊ ഓർമ്മ വന്നല്ലേ? ഇനി മറക്കുന്നതിന് മുന്നേ നമുക്ക് പാടിയേക്കാം. ഈ ഷോൾ ഇങ്ങനെ തന്നെയാണോ ഇടുന്നേ കുഞ്ഞ്? ആണ്. പാടാൻ എത്ര അസൗകര്യമാണ്. അതെയോ, പാടി കഴിഞ്ഞിട്ട് തന്നാ മതിയോ? അതാണ്, അല്ലെങ്കിൽ കൊണ്ടുവരെ. ഇപ്പൊ അല്ലേ ഒരു സുഖമായത്? ശരിക്കും നയൻതാര. അതെ. അതെനിക്ക് തരുമോ? കൊടുക്കത്തില്ല, ഇത് തരാൻ പറ്റില്ല. പ്ലീസ്. വെരി ലക്ഷറി അയച്ചാണ്. ഇല്ലില്ല, കൊടുക്കൂല ഞാൻ. ഞാൻ തിരിച്ചു തരാം. ഇല്ല, അത് എനിക്കും തരാമോ? തിരിച്ചു തരാം. ചായ ഉണ്ടാക്കുമ്പോഴേ ചായപ്പൊടി അരിക്കാനുള്ള ഞാൻ മോട്ടിച്ചെടുക്കും. സേഫ്. മോട്ടിച്ചെടുക്കും ഞാൻ. കൊടുത്തോ. ആഹാ, എന്തൊരു ഷോ. ആഹാ. സുന്ദരിയായിട്ടുണ്ടല്ലേ താരക്കുട്ടി? സുന്ദരിയല്ല, സുന്ദരൻ.
താരക്കുട്ടി. കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം ഒരു കാണാക്കുയിൽ പാടും കളമുരളി ഗാനം. ഇതൊന്നും തന്നാ പോരാ, കാരണം വേറൊന്നുമല്ല, ഇന്ന് വരെ ഈ മെച്യൂർഡ് ആയിട്ടുള്ള, അതായത് സീനിയർ സിംഗേഴ്സ് പോലും ഇത്ര ഒരു ഭാവത്തോടു കൂടി, അതായത് എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണ് ഇത് പറയേണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ, ഇവിടെ സംഭവിച്ചത് എന്താണെന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം സംഗീതത്തിൻ്റെ അൾട്ടിമേറ്റാണ്. കാരണം സുശീലാമ്മ പാടിയ ഈ പാട്ട്, ആ കാറ്റിൽ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് 1965 പാടിയ ഒരു പാട്ട് ഈ 5-6 വയസ്സായിട്ടുള്ള കൊച്ചുമോള് പാടുമ്പം അയ്യോ, അത് താങ്ങുന്നതിലും മുകളിലാണ്. കാരണം ആസ് എ മ്യൂസീഷ്യൻ എനിക്ക് ഇതിൽ കൂടുതൽ താങ്ങാൻ പറ്റില്ല. അത്രയ്ക്ക് ദാറ്റ് മച്ച് എക്സ്പ്രഷൻ ആൻഡ് സ്വീറ്റ്നെസ്. ഒന്നും പറയില്ല. കാരണം വേറൊന്നുമില്ല, നമുക്ക് ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. ഭാവിയിൽ തീർച്ചയായിട്ടും ഇതൊരു വലിയ ഗായികയായിട്ട് മാറും, വലിയ ലെവലിലുള്ളൊരു പാട്ടുകാരിയായിട്ട് മാറും. സിനിമാ പാട്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതിനുമുപരി ഒരു വലിയ പാട്ടുകാരിയായിട്ട് മാറും. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. കാരണം ഓരോ പോയിന്റ് ബൈ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സുഖമില്ലാതെ തോന്നും. ഇത്ര തന്നെ, ഒന്നുമില്ല. മോക്കെല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ചക്കര എൻ്റെ കൂടെ വരുന്നു, അങ്കിൾ അവിടെ ഞാനങ്ങ് കൊണ്ടുപോകാൻ വിചാരിച്ച സത്യം. ആ ഒരു കാണാക്കുയിൽ പാടും കളമുരളി ഗാനം. ആ ഗാനം എന്നുള്ളത് ഞാൻ സുശീലമ്മ കഴിഞ്ഞിട്ട് ഇതുവരെ ലോകത്തിൽ ആരും ഇതുപോലെ ഭംഗിയായിട്ട് പാടിയിട്ടില്ല. അത് ആ ഒരു വാക്ക് മാത്രം മതി ഇവളുടെ പാട്ടിന്. ഓ ഗോഡ് ബ്ലെസ്. അത് ഇത് തന്നെ പറയാൻ നമ്മൾ വി ആർ സീയിങ്, ഇതാണ് ആ ഗോഡ് ഇൻ ഇറ്റ്സ് പ്യോർ ഫോം. സംഗീതം ആ ദേവത ഇവിടെ കാണുകയാണ് ഇങ്ങനെ അനുഗ്രഹിച്ച് നിൽക്കണത്. അത് നല്ലോണം കൊണ്ടുപോയില്ലേ മുമ്പിലേക്ക്, പഠിച്ച് മിടിക്കാവണം കേട്ടോ. ഇങ്ങനെ നല്ല ഓരോ സ്റ്റെപ്പായിട്ട് പഠിച്ച് സീനിയർ സിംഗേഴ്സിനെയൊക്കെ നല്ലോണം റെസ്പെക്റ്റ് കൊടുത്ത്, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മറ്റുള്ള സിംഗേഴ്സ് പാടണ നല്ലോണം ശ്രദ്ധിച്ച് അവരെ എൻജോയ് ചെയ്യണം കേട്ടോ. മിടുക്കി കുട്ടി, വലിയ പാട്ടുകാരിയാവും തീർച്ചയാണ്. താരക്കുട്ടി എന്താണ് അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു അങ്കിളേ. കുട്ടനങ്ങൾ കൊണ്ടുപോകാൻ പോവാന്ന്. പോവോ കൂടെ? അല്ലെങ്കിൽ സങ്കടാവും? ഞാൻ പോകും. ഉറപ്പാണോ? വരുന്ന വന്നോട്ടെ. എനിക്ക് ഇതിൽ കൂടുതൽ വലിയ സന്തോഷം വേറൊന്നുമില്ല. ഉഗ്രനായിട്ട് പാടിട്ടോ. താങ്ക് യു നല്ല ഫീൽ ഉണ്ടായിരുന്നു, ഫീൽ എക്സ്പ്രഷൻസ്. ഭാവിയിലെ സിംഗിങ് സൂപ്പർ സ്റ്റാർ ആവട്ടെ. അപ്പൊ ഞങ്ങളൊന്നും മറക്കരുത്. മറക്കൂല. ഉറപ്പാണോ? സത്യം. സത്യം. എന്നൊരുമ്പതാ ഞാനിങ്ങനെ ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. നാളെ ഞാൻ തിരിച്ചു പോകുമ്പോ ഒരു ടിക്കറ്റും കൂടെ ബുക്ക് ചെയ്താൽ ഞാൻ അങ്ങോട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോന്ന്. പക്ഷെ ഞാൻ നാളെ എനിക്ക് എന്റെ ട്രെയിനിൽ ഞാൻ പോകും. ഏത് ട്രെയിനിൽ പോകണ്ട, എന്റെ കൂടെ വാ, ഞാൻ കൊണ്ടുപോവാം. എന്തോ ഒരു കെണിയുണ്ടല്ലോ. കെണിയോ? ഇത് എനിക്ക് ഈ പാട്ട് കേട്ട് എനിക്ക് സ്നേഹം സഹിക്കാൻ വയ്യ. ഒന്നും സുജു ആൻറ്റി ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു ചെറിയ ഗിഫ്റ്റ്, ചോക്ലേറ്റോ എന്തെങ്കിലും വാങ്ങിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഉടുപ്പോ മോക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിക്കണം കേട്ടോ. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കേട്ടിട്ട്, അത്ര ഇഷ്ടമായി കേട്ടാ. സന്തോഷം. ഐ എം ടേക്കിംഗ് സോ മെനി മെമ്മറീസ് ഫ്രം ഹിയർ. ചില മൈൽ സ്റ്റോൺസ് എന്നൊക്കെ പറയുന്ന പോലെ ടോപ്പ് സിംഗറിൻ്റെ ഒരു നല്ല എപ്പിസോഡ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. നമുക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷം. സോ ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പോകരേ.
ലോകമെമ്പാടുമുള്ള കലാസ്നേഹികൾ നെഞ്ചിലേറ്റിയ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ ഫിനാലെ അടുത്ത് വരികയാണ്. ക്വാർട്ടർ ഫൈനൽസ്, സെമി ഫൈനൽസ്, മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ. മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ ഓണ ദിവസമാണ്. ഓണ ദിവസം നിങ്ങൾക്കൊരു പ്രഥമൻ കൂട്ടിയുള്ളൊരു നല്ല സദ്യ, എല്ലാ കുട്ടികളും ചേർന്ന് അവരുടെ കഴിവ് തെളിയിക്കുന്ന ആ ദിവസം നമുക്കെല്ലാം ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കാം. മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലയിൽ ഒരു വിജയിയായിരിക്കും എന്ന് പറഞ്ഞ് ബാക്കി നമ്മുടെ കുട്ടികളാരും മോശക്കാരല്ല. എല്ലാവരും ഒന്നിനോടൊന്ന് ഒപ്പത്തോടൊപ്പം തോൾ ചേർന്ന് നിന്ന് വളരെ പരിശ്രമിക്കുകയാണ് ആ ഒന്നാം സ്ഥാനത്തേക്ക്. അത് ആരായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും നിങ്ങളുടെ അനുഗ്രഹം വേണം. ഈ ഓണ ദിവസം നിങ്ങൾ ഞങ്ങളോടൊപ്പം മാത്രം. സെപ്റ്റംബർ 15 കാത്തിരിക്കും.